സംസ്ഥാനത്തെ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി പരിസ്ഥിതി പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫിന് ചട്ടം 300 അനുസരിച്ച് പ്രസ്താവന നടത്താവുന്നതാണ്. സാറേ, സംസ്ഥാനത്ത് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ഏവർക്കും അറിയുന്നതാണല്ലോ. വൈദ്യുതി ലഭ്യതയും വൈദ്യുതി ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം വേണ്ടി വന്നത്. മഴയുടെ ലഭ്യത കുറവ് മൂലം സംസ്ഥാനത്തെ സംഭരണ ശേഷിയുള്ള ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് സാരമായി കുറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നതിനാൽ വൈദ്യുതിയുടെ ഉപഭോഗം വളരെയധികം വർദ്ധിച്ചു. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം വന്നതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാൽ രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വൻതോതിലുള്ള കുറവുണ്ടായി. ഇക്കാര്യം KSEB റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. പ്രതിദിന ശരാശരി 4100 മെഗാവാട്ടിൻ്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടായി. ആഭ്യന്തര ഉൽപ്പാദനമായ 1700 മെഗാവാട്ടും കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്ന് 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. സാപ്പ് ഇമ്പോർട്ട് ജൂൺ 16 മുതൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തിരികെ നൽകാമെന്ന കരാറിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്രകാരം വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രസ്തുത വൈദ്യുതിയുടെ സാപ്പ് റിട്ടേണിനു വേണ്ടി പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. സാപ്പ് റിട്ടേൺ 2026 സെപ്റ്റംബർ വരെയാണുള്ളത്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് 21% മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 2475 മില്യൺ യൂണിറ്റ്, അതായത് 59%. ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88-90 മില്യൺ യൂണിറ്റുകളാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15-16 മില്യൺ യൂണിറ്റുകൾ മാത്രമാണ്. പുറമേ നിന്ന് ഏകദേശം 74-75 മില്യൺ യൂണിറ്റുകൾ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 17-18% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. 82 മുതൽ 83 വരെ പുറമേ നിന്ന് വാങ്ങേണ്ടതായി വരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം പ്രധാനമായും ജലവൈദ്യുതിയെ ആശ്രയിക്കുന്നതിനാൽ മഴയുടെ ലഭ്യത അനുസരിച്ച് വർഷം തോറും ഉൽപ്പാദനം വ്യത്യാസപ്പെടുന്നു. ജലവൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ നിലവിലെ സ്ഥാപിത ശേഷി 2196 മെഗാവാട്ടാണ്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ആകെ 150.636 മെഗാവാട്ടിൻ്റെ വർധനവ് മാത്രമാണ് ജലവൈദ്യുത പദ്ധതികൾ വഴി ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞത്. ഇത് ജലവൈദ്യുതിയുടെ സംസ്ഥാനത്തെ സ്ഥാപിത ശേഷിയുടെ കേവലം 6.8%, ആവശ്യകതയുടെ ശരാശരി 5000 മെഗാവാട്ട് 3% മാത്രവുമാണ് എന്ന വസ്തുത നിലനിൽക്കുന്നു. സൗരോർജ്ജ മേഖലയിൽ ഗ്രിഡിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ ഏതാണ്ട് മുഴുവനും ബാറ്ററി സംഭരണ ശേഷി ഇല്ലാത്തവയാണ്. ഇതിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെയോ സംരംഭങ്ങളുടെയോ ആണ്. CUF ക്യുമുലേറ്റീവ് യൂട്ടിലൈസേഷൻ ഫാക്ടർ കണക്കിലെടുക്കുമ്പോൾ സോളാറിൽ സ്ഥാപിത ശേഷിയുടെ 11.43% മാത്രമാണ് ഊർജ്ജമായി ലഭിക്കുന്നത്. മഴയുടെ ലഭ്യത കുറവ് കണക്കിലെടുത്ത് ഡീപ്പ് ഡിസ്കവറി ഓഫ് എഫിഷ്യൻറ്റ് എനർജി ഇലക്ട്രിസിറ്റി പ്രൈസ് കരാർ പ്രകാരമുള്ള പരിശ്രമം KSEB നടത്തിയിരുന്നു. എങ്കിലും രാജ്യത്തെ എൽനിനോ പ്രതിസന്ധി കാരണം വിജയിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടായത്. ഈ മാസം 16 മുതൽ 19 വരെയും 26-ാം തീയതിയുമാണ് നിയന്ത്രണം ഉണ്ടായത്. 2026 ഏപ്രിൽ മാസം 22 മുതൽ 27 വരെയും മെയ് മാസം 11, 12, 20, 21 തീയതികളിലും ഇതേപോലെ വൈദ്യുതിയുടെ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. പീക്ക് സമയത്ത് അധിക വൈദ്യുതി ആവശ്യകത നേരിടുന്നതിന് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നത് ലാഭകരമായ ദീർഘകാല കരാറിൽ ഏർപ്പെടുന്നതുമാണ്. ഇതിന് പരിഹാരം നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡീഷൻ, എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾ മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 ബസ് പദ്ധതികൾ മേലാട്ടി, ശ്രീകണ്ഠപുരം, മുള്ളേരി, അരീക്കോട്, പോത്തൻകോട്, ബ്രഹ്മപുരം കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷിയിൽ
1500 മെഗാവാട്ട് അവർ വർദ്ധിപ്പിക്കാനും കഴിയും. ഇതിൽ 5 പദ്ധതികളും 2026 അവസാനത്തോടെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഡിസ്കവറി എഫിഷ്യൻ്റ് ഇലക്ട്രിസിറ്റി പ്രൈസ് പോർട്ടൽ മുഖേന 15/6/26 മുതൽ 31/12/26 വരെ ഷോർട്ട് ടൈം പവർ പർച്ചേസ് നടത്തുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടും താരിഫ് അംഗീകരിച്ചുകൊണ്ടും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 29/6/26 ഉത്തരവായിട്ടുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നു. ഇതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സർ.